ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ചപ്പാത്തി. ചപ്പാത്തി ഒരേപോലെ കഴിച്ച് നമുക്കൊക്കെ മടുത്തുടങ്ങിയില്ലേ? ആ ചപ്പാത്തി തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കഴിക്കും. ഫുഡ് കഴിക്കാത്ത പിള്ളേർ പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതനുസരിച്ച് മാവ് എടുത്തോളൂ. ഞാൻ 3/4 കപ്പ് മാവ് എടുത്തിട്ടുള്ളൂ. ഗോതമ്പ് മാവാണ് ഇട്ട. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് എപ്പോഴും മാവ് സോഫ്റ്റ് ആയിട്ട് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഇട്ടാ ചേർക്കണേ, ചൂടുവെള്ളമല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടാ എൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മാവാണ്. ഒന്നും കൂടി നമുക്ക് കുഴച്ച് കൊടുക്കാം. ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിൽ ചപ്പാത്തി വേണം അതനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഇനി നമുക്ക് പരത്താം. മൈദ കുറച്ച് സ്പ്രെഡ് ചെയ്യുക. ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്തു. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സ്പ്രെഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം, ഒറിഗാനോ ഇടാം, എന്താ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതനുസരിച്ച് ചേർക്കാട്ട. ഇതിൻ്റെ മുകളിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്ക് നല്ല ടൈറ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം ഇത് അറ്റം വെച്ച് മുറിക്കാണ്ട് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നടുക്കൊന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. അടിയിലേക്ക് മുറിയരുത് മുറിക്കുമ്പോൾ. അതുപോലെ ഈ അറ്റം മുട്ടിക്കണ്ട. ഈ അറ്റം കുറച്ച് സ്പേസ് ഉണ്ടാവണം നമ്മൾ മുറിക്കും. ഈ അറ്റത്ത് നിന്ന് നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം. ഈ അറ്റം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തരുതിട്ട് കുറേശ്ശെ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ലൈറ്റായിട്ട് പരത്തിയാൽ മതി. ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കറുത്ത എള്ള് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇട്ടതിന് ശേഷം ഒരു ഡ്രോപ്പ് ബട്ടർ ആഡ് ചെയ്യുക. കുറച്ച് കാശ്മീരി പൊടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അമർത്തി പരത്തണ്ട. ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്തു. കൈയോടെ നമുക്കിത് ചുട്ടെടുക്കാം. ഈ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടുത്തടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ബട്ടറോ നെയ്യോ ഒന്നും തേക്കണ്ട കേട്ടോ. ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭാഗം കുറേശ്ശെ ആകുമ്പോൾ മറിച്ചിടാം. ഇനി നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരെണ്ണം റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത്. നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള 2-3 ചേരുവകളേ ഉള്ളൂ. എല്ലാ സാധനവും റെഡിയാക്കി വെച്ചാൽ 10 മിനിറ്റിൽ അടിപൊളി ചപ്പാത്തി നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കഴിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.